ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മിലാന ഡിസൈൻസ്. എൻ്റെ പേര് ജീവ സി വി സാജിദ്. നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇടുക്കി തങ്കമണി കോപ്പറേറ്റീവ് ബാങ്കിന് ഓപ്പോസിറ്റ് ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സിമ്പിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു സമ്മർ സീസണിൽ സമ്മർ കളക്ഷനിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കുർത്തീസാണ്. ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. പർച്ചേസ് നമുക്ക് വാട്സപ്പ് ത്രൂ ഓർ വെബ്സൈറ്റ് ത്രൂ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് വൺ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. നല്ല രസമുള്ള ഒരു പീച്ചിഷ് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. നല്ല റെയർ ആയിട്ട് കളർ ഷെയ്ഡാണ്. അതിൽ നല്ല ഹെവി ആയിട്ട് തന്നെ മിറേഴ്സ് ആൻഡ് ബീഡ്സ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് പ്രിന്റഡ് ആണ് കേട്ടോ. പ്രിന്റഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പോൾ ഈ പ്രിന്റ് ഫെയ്ഡ് ആവത്തില്ല. കോട്ടൺ പ്രിന്റ് ചെയ്ത് വരുന്ന ഫാബ്രിക് ആണ്. അതിൽ കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുവാണേ. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഒരു പെട്ടെന്ന് ഒരു ഫ്ലോറൽ പ്രിന്റ് പോലെ തോന്നുന്ന ഒരു പ്രിന്റ് ആണ് കേട്ടോ. എന്നിട്ട് സിമ്പിൾ ആയിട്ടുള്ള മിററിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ത്രെഡൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സൈഡ് സ്ലിറ്റഡ് ആണ്, സ്ട്രൈറ്റ് കട്ട് ആണ്. ഇതാണ് ലൈനിങ് വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഫാബ്രിക് ആണ്. നല്ല എയറി ആയിട്ടുള്ള നല്ല ജയ്പൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. ഇതിപ്പം ലാർജ് സൈസാണ് ഞാൻ കാണിക്കുന്നത്. ആം ഹോൾ ടു ആം ഹോൾ 40 ആണ് ലാർജിന്റെ സൈസ് വരുന്നത്. 47 ഇഞ്ചസോളം ലെങ്ത് വരുന്ന നല്ലൊരു സമ്മർ സീസൺ യൂസ് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആൻഡ് അഫോർഡബിൾ ആയിട്ടുള്ള കുർത്തിയാണ്. 690 ആണ് റേറ്റ് വരുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. നല്ല മെറ്റീരിയലും നല്ല ഹാൻഡ് വർക്കുമാണ് കേട്ടോ. 690 ഫ്രീ ഷിപ്പിംഗ്. ഇന്ത്യയിൽ എവിടെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. DTDC ആണെങ്കിൽ ഇൻസൈഡ് കേരള ഫ്രീ ആണ്. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല കേട്ടോ. ഇതിൻ്റെ ലുക്ക് ഇങ്ങനെ വരും. ഏറ്റവും നല്ല രസമായിട്ട് തോന്നിയത് നെക്ക് പാറ്റേൺ ആണ് കേട്ടോ. ഒരു സെമി സ്ക്വയർ നെക്ക് പാറ്റേണിലാണ് നെക്ക് ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ആണ്, എലഗന്റ് ആണ്. 690 വണ്ടർഫുൾ പ്രൈസ് റേഞ്ച് ആണ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. 690. അടുത്ത കളർ ഷെയ്ഡ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഓണിയൻ പിങ്ക് ഷെയ്ഡ് ആണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ഷെയ്ഡ് ആണ് കേട്ടോ. അതിന്റെ ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ്. നല്ല ഫിനിഷിങ്ങിൽ ത്രെഡ് വെച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള മിററിന്റെ വർക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആണ്. സമ്മർ ആയതുകൊണ്ട് ഏറ്റവും നമുക്ക് ആവശ്യം ഈ ഒരു ചൂടത്ത് നിൽക്കണമെങ്കിൽ കോട്ടൺ തന്നെ വെയർ ചെയ്യണം. അതുപോലെ നമുക്ക് ചൂടാണല്ലോ. അപ്പൊ റേറ്റ് വരുന്നത് 690. അപ്പൊ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. വളരെ സിമ്പിൾ ആണ് കേട്ടോ. നല്ല മിതമായ ഹാൻഡ് വർക്കോട് കൂടി നല്ല ജയ്പൂർ കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തിയാണ്. ഓഫീസിൽ ഡെയിലി യൂസ് ചെയ്യേണ്ടവർക്ക് നല്ലൊരു ഓപ്ഷനാണ്. മെറ്റീരിയലിന്റെ ക്വാളിറ്റി സൂപ്പറാണ്. 690 വരുന്നുള്ളൂ റേറ്റ്. ഫ്രീ ഷിപ്പിംഗ് ആണ്. M2 XXL സൈസ്. ആം ഹോൾ ടു ആം ഹോൾ 38, 40, 42 ആൻഡ് 44. ലെങ്ത് വരുന്നത് 46 to 47 ഇഞ്ചസ് ആണ് കേട്ടോ. സൈഡ് സ്ലിറ്റഡ് ആണ്, സ്ട്രെയിറ്റ് കട്ട് ആണ്. അപ്പോൾ അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് നല്ല രസമുള്ള നല്ല ക്വാളിറ്റി കൂടിയ സൗത്ത് കോട്ടൺ മെറ്റീരിയൽ വരുന്ന കുർത്തീസാണ്. കംപ്ലീറ്റ്ലി ബുട്ട വീവിങ്സ് ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. M2 XXL സൈസാണ്. നമ്മൾ ഇതിന് മുൻപ് 2 കളേഴ്സ് ചെയ്ത് പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇത് വന്നിരിക്കുന്ന നല്ല രസമുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡാർക്ക് സ്കൈ ബ്ലൂ ഷെയ്ഡാണേ. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ ഷെയ്ഡാണ്. ഈ കൂടെ തന്നെ ഒരു രാമ ബ്ലൂ കളറും കൂടെ മിക്സ്ഡ് ആണ് കേട്ടോ. നല്ല രസമുണ്ട്. പീറ്റർ പാൻ ആണ് കോളർ വന്നിരിക്കുന്നത്. 3/4 ആണ് സ്ലീവ്സ് വന്നിരിക്കുന്നത്. ലൈൻ കട്ടാണ്. ടോപ്പിന്റെ എൻഡിലേക്ക് ഇങ്ങനെ കുഞ്ഞായിട്ട് ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. 47 ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട്. ക്വാളിറ്റി കൂടിയ കോട്ടൺ മെറ്റീരിയൽ ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറച്ച് ഹാർഷ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളർ ഫെയ്ഡിങ് കാര്യങ്ങളൊന്നും വരത്തില്ല. എന്നിട്ട് ഈ ഓരോ വീവിങ്സും നല്ല അടിപൊളിയായിട്ട് തന്നെ ഇവിടെ സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു വീവിങ്സ് ഒക്കെ ചില കുർത്തീസൊക്കെ നമ്മൾക്ക് നേരത്തെ വന്നിട്ടുണ്ട്. ഈ നൂലെല്ലാം ചാടി കിടക്കുന്നത് നമ്മൾ റിട്ടേണും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരാതെ പെർഫെക്റ്റ്ലി മെയ്ഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് കുർത്തിയാണ് വന്നിരിക്കുന്നത്. M2 XXL സൈസാണ്. വളരെ വളരെ അഫോർഡബിൾ റേറ്റ് ആണ്. 740, 740. അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. നല്ല രസമുണ്ട് കേട്ടോ. നല്ല സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള നോ ഹാൻഡ് വർക്കിൽ വരുന്ന നല്ല അടിപൊളി കുർത്തിയാണ്. ഈ ഒരു ചൂട് സമയത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന മണി 100% വാല്യൂ ഫോർ മണി ആയിരിക്കും. കാരണം അത്രയ്ക്ക് നല്ല പ്രൊഡക്റ്റ് ആണ്. നല്ല ഫിറ്റിങ്സ് ആണ് കേട്ടോ. സൂപ്പർ ഫിറ്റിങ്സ് ആണ്. നല്ലൊരു ഷേപ്പ് ഒക്കെ തോന്നുന്ന ലൈൻ കട്ടിൽ വരുന്ന അടിപൊളി ബ്രാൻഡഡ് കുർത്തിയാണ്. റേറ്റ് വരുന്നത് വളരെ അഫോർഡബിൾ ആണ്. 740, 740. നെക്സ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീച്ച് ഷെയ്ഡാണ് കേട്ടോ. നല്ല രസമുണ്ട്. അടിപൊളി ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് പീച്ച്. അടുത്ത കളർ ഉണ്ടോ? നല്ല രസമില്ലേ? അടിപൊളിയായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു റെഡിഷ് പീച്ച് ഷെയ്ഡാണ്. റെഡിൻ്റെ ഒരു ടിൻ്റ് ഉണ്ട്. വീഡിയോ എനിക്ക് തോന്നുന്നു റെഡ് ആയിട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നല്ല പീച്ച് ഷെയ്ഡാണ് കേട്ടോ.
ഒരു റെഡിഷ് പീച്ച് ഷെയ്ഡ് ഒന്ന് കൂട്ടി വെച്ചാൽ മതി. പീറ്റർ പാൻ കോളറൊക്കെ കൊടുത്ത് 3/4 സ്ലീവ്സ്, എ ലൈൻ കട്ടാണ്, ഗ്യാദേഴ്സ് ഒക്കെ ഉണ്ട് എൻഡിൽ. പക്ഷെ അതിങ്ങനെ പൊങ്ങി നിൽക്കുന്ന രീതിയിലല്ല, നല്ല ഒതുങ്ങി സ്റ്റൈലിഷ് ആയിട്ടാണ് കിടക്കുന്നത്. 47 ഇഞ്ചസ് ലെങ്തിൽ നല്ല ലെങ്തി ആയിട്ടുള്ള അടിപൊളി എ ലൈൻ കട്ട് കുർത്തിയാണ്. സൂപ്പർ ക്വാളിറ്റി ഉള്ള കോട്ടൺ ആണ് കേട്ടോ. നല്ല കോട്ടൺ മെറ്റീരിയൽ. 740 ഒന്നും അല്ല റേറ്റ്. നമുക്ക് സുഖമായിട്ട് 900 എബോ റേറ്റിന് കൊടുക്കാൻ പറ്റും. കാരണം നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. അത് വീവിങ് ആണേ. ആ വീവിങ് ആണേലും പൊങ്ങി ഒന്നിക്കാതെ നല്ല ഫിനിഷിങ്ങിലാണ് ചെയ്ത് വന്നിരിക്കുന്നത്. 740 100% വാല്യൂ ഫോർ മണി ഐറ്റം ആണ് കേട്ടോ. അടുത്ത കളർ വരുന്നത് എപ്പോഴും എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കരിനീല ഷെയ്ഡാണ്. നേവി ബ്ലൂ ഷെയ്ഡാണ്. നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ ആ ഒരു വീവിങ് ഒക്കെ എന്നാ രസമാണെന്നറിയാവോ? ഒരു റെയിൻ ഡ്രോപ്പ് പോലത്തെ വീവിങ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് കളർ വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പീറ്റർ പാൻ ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കോളർ കാണാൻ. പിന്നെ ആ എൻഡിലെ നമ്മുടെ ടോപ്പിൻ്റെ എൻഡിലെ ആ ഒരു മൈൽഡായിട്ട് ചെയ്തിരിക്കുന്ന ഗ്യാദേഴ്സും ഒക്കെ കൂടി നല്ലൊരു കുർത്തിയാണ്. 740 അഫോർഡബിൾ റേറ്റുമാണ് കേട്ടോ. ക്വാളിറ്റി വെച്ച് നോക്കുമ്പോൾ 740 വണ്ടർഫുൾ പ്രൈസാണ്. അടുത്തത് നമ്മൾ കാണാൻ പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള ഓഫീസ് വെയർ കുർത്തിയാണ്. അത് ജസ്റ്റ് ഒന്ന് ഹാൻഡ് ഹൈലൈറ്റ് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു 770 റേറ്റിൽ പോകേണ്ട കുർത്തീസാണ്. നമ്മൾ ഒരു ഡിസ്കൗണ്ടഡ് റേറ്റ് എന്നുള്ള രീതിയിൽ ഇതും 690 തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നല്ല രസമുള്ള മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. അതിലേക്ക് സ്കാറ്റർ ചെയ്തിട്ടാണ് മിറേഴ്സ് ആൻഡ് ബീഡ്സിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. സ്കാറ്റർ ചെയ്താണ് ചെയ്തേക്കുന്നത്, അല്ലാതെ ഇത് മിസ്സിങ് അല്ല. സ്കാറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാലോ, ചെതറി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. M2XXL സൈസാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റഡ് കോട്ടൺ മെറ്റീരിയൽ ആണ്. ജയ്പൂർ കോട്ടൺ ആണ്. സൈഡ് സ്ലിറ്റഡ് ആണ്. സ്ട്രൈറ്റ് കട്ട് ആണ്. ഗുഡ് ക്വാളിറ്റി ലൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബ്രാൻഡഡ് കുർത്തിയാണ്. ഏറ്റവും നല്ല അഫോർഡബിൾ റേറ്റ് ആണ്. 690. 47 ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടുന്നുണ്ട്. സൈഡ് സ്ലിറ്റഡ് ആണ്. നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ഓൾസോ പ്രൊവൈഡഡ് ആണ്. അപ്പം നമ്മുടെ റേറ്റ് വരുന്നത് 690. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് നല്ല ഓപ്ഷൻസ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് വരും. നല്ല രസമുള്ളൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ്. നല്ല ഫിറ്റിങ്സ് ആണ്. വൈഡ് നെക്കാണ്. ബ്യൂട്ടിഫുൾ കുർത്തി. 690 വണ്ടർഫുൾ പ്രൈസ് റേഞ്ച്. M2XXL സൈസ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് സൈസാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് കളർ വരുന്നത് ഓൾസോ ബ്യൂട്ടിഫുൾ കളർ ഷെയ്ഡാണ്. നല്ല രസമുള്ളൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒറിജിനൽ പീച്ച് ഷെയ്ഡാണ്. ഹാൻഡ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. മിറേഴ്സ് ആൻഡ് ബീഡ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. സ്കാറ്റർ ചെയ്തിട്ടാണ് ഹാൻഡ് വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല രസമുള്ള പ്രിന്റഡ് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. കണ്ടോ, നല്ല കോട്ടൺ ക്വാളിറ്റി ഉള്ള ജയ്പൂർ കോട്ടൺ മെറ്റീരിയലാണ്. ഇതിലേക്ക് തന്നെ ഒരു സെൽഫ് ചെക്ക് പോലെ പോകുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ? അത് അങ്ങനെ തന്നെയാണ് ഫാബ്രിക് വരുന്നത്. അപ്പം 690. അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ബ്യൂട്ടിഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഹാൻഡ് വർക്കൊക്കെ നല്ല രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൂപ്പർ കംഫർട്ടബിൾ ആണ്. ഈ ചൂട് സമയത്ത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ക്വാളിറ്റിയിൽ വരുന്ന സൈഡ് സ്ലിറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡഡ് കുർത്തീസ് ആണ്. 690 വണ്ടർഫുൾ പ്രൈസ് ആണ് കേട്ടോ. അടുത്തത് നമുക്ക് റിങ്കിൾ റയോൺ ഫാബ്രിക്. ഈ ചൂട് സമയത്ത് കോട്ടൺ പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് റിങ്കിൾ റയോൺ. തന്നെ ലോങ് ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ഫാബ്രിക്കുമാണ് കേട്ടോ. എങ്ങനെ ചെയ്താലും ഇങ്ങനെ തന്നെ അങ്ങ് കിടന്നോളും. പിന്നെ നമ്മൾ എക്സ്ട്രാ അയൺ ചെയ്യാനൊന്നും നടക്കേണ്ട ആവശ്യമില്ല. നല്ല സുഖമാണ് യൂസ് ചെയ്യാൻ. അപ്പോൾ റിങ്കിൾ റയോണിൽ വരുന്ന ഒരു സെമി പാർട്ടി വെയർ കുർത്തിയാണ്. ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. സൂപ്പറായിട്ട് ബീഡ്സ് വെച്ചിട്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാ സ്കിൻ ടോണിലും ചേരുന്ന നല്ല കോറൽ പിങ്ക് ആണ് ഷെയ്ഡ് വരുന്നത്. 3/4 ആണ് സ്ലീവ്സ് വരുന്നത്. ബാക്ക് സൈഡ് വരുന്നത് എ ലൈൻ കട്ടാണ്. ഫ്രണ്ട് പോർഷനിൽ കുഞ്ഞായിട്ടൊരു ഗ്യാദേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിങ്കിൾ റയോൺ ആയതുകൊണ്ട് തന്നെ അത് പൊങ്ങിയൊന്നും നിൽക്കത്തില്ല, ഒതുങ്ങി കിടന്നോളും. എക്സ്ട്രാ ഫിറ്റിങ്സിന് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. M2XXL സൈസാണ്. 47 ഇഞ്ചസ് ലെങ്ത് ഉണ്ട്. ദിസ് ഈസ് ഓൾസോ എ ബ്രാൻഡഡ് കുർത്തി. റേറ്റ് വരുന്നത് 699. അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. നല്ല സൂപ്പർ ഫിറ്റിങ്സ് ആണ് കേട്ടോ. അടിപൊളി ഫിറ്റിങ്സ് ആണ്. നല്ല ബോഡി ഷേപ്പ് തോന്നും. പിന്നെ എന്നാ പറയുന്നത്, നല്ല കംഫർട്ടബിൾ ആണ്. ഒട്ടും ചൂടെടുക്കത്തില്ല. സുഖമായിട്ട് തന്നെ ഒരു ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ നല്ല അടിപൊളി ഐറ്റമാണ്. ഹെവി ഹാൻഡ് വർക്കാണ്. നമ്മുടെ പ്രീമിയം ബ്രാൻഡഡ് കുർത്തിയാണ്. അവർ അഫോർഡബിൾ റേറ്റിൽ കുർത്തീസ് ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. അങ്ങനെ വന്ന കുർത്തിയാണ് കേട്ടോ ഇത്. നമ്മുടെ യോക്കിൻ്റെ ഈ ഒരു പോർഷൻ വരെയും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്.
ബാക്കി വിത്തൗട്ട് ലൈനിങ് ആണ്. കാരണം ഞാൻ പറയാം റെഗുലർ റയോൺ ആണ്, ലൈനിങ്ങും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇടാൻ പറ്റത്തില്ല, ഹെവി ആയി പോവേ. ട്രാൻസ്പെറൻ്റ് അല്ല, അടിപൊളി കളർ ഷെയ്ഡ്, ഏത് ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം. റേറ്റ് വളരെ അഫോർഡബിൾ ആണ്, 699. അടുത്ത കളർ ഷെയ്ഡും എല്ലാവർക്കും ചേരും കേട്ടോ. നല്ല ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ടീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, സൂപ്പർ ഫിനിഷ്ഡ് ആയിട്ടാണ് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അടിപൊളി ഐറ്റം, കംഫർട്ടബിൾ ആയിരിക്കും നിങ്ങൾക്ക്, അത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ്. ഒട്ടും നരപ്പില്ല, നല്ല ബ്ലൂമിങ് കളേഴ്സാണ്. ഈ കളർ നിങ്ങൾ കാണുന്നതിലും നല്ല കളറായിരിക്കും കൈ കെട്ടിക്കഴിയുമ്പോൾ കേട്ടോ. 699. അപ്പോൾ നമ്മുടെ കുർത്തി വെയർ ചെയ്തിട്ടുള്ള ലുക്ക് ഇങ്ങനെ വരും. നല്ല ക്ലാസിക് ആൻഡ് റോയൽ കളറാണ്, സ്റ്റീൽ ബ്ലൂ ഷെയ്ഡ്. നല്ല ഒരു പീക്കോക്കിൻ്റെ ടിൻറ്റൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആൻറ്റിക് ബീഡ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിൻ ടോൺ വാം ടോൺ ആണ്. സൗത്ത് ഇന്ത്യൻസ് എസ്പെഷ്യലി മെജോറിറ്റിയുടെയും സ്കിൻ അണ്ടർ ടോൺ വരുന്ന എപ്പോഴും വാം കളറായിരിക്കും. അപ്പം ആ ഒരു കളറിന് എപ്പോഴും ചേരുന്നത് ആൻറ്റിക് ബീഡ്സിൻ്റെ ഹാൻഡ് വർക്ക് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ ക്ലാസിക് ആയിട്ടുള്ള ടീൽ ബ്ലൂ ഷെയ്ഡിനോടുകൂടി ചേരുമ്പം നല്ല രസമായിരിക്കും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചൂട് സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. 699. ഫ്രീ ഷിപ്പിംഗ് ആണ്, നല്ല ഹാൻഡ് വർക്കും ആണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇഫ് യു വാണ്ട് ടു പർച്ചേസ് എനി ഓഫ് ദീസ് ഐറ്റം പ്ലീസ് ലോഗിൻ ടു www.milanadesigns.in. നമ്മൾ തന്നിരിക്കുന്ന സെർച്ച് കോഡ് സെർച്ച് ചെയ്താൽ ഈസിലി പ്രൊഡക്റ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നതാണ്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്. DTDC ഇൻസൈഡ് കേരള ഫ്രീ ആണ്. ഔട്ട്സൈഡ് കേരള only 40 rupees ഷിപ്പിംഗ് ചാർജ് പേ ചെയ്തേച്ചാൽ മതി. പോസ്റ്റിലാണെങ്കിൽ ഒരു 4 to 5 വർക്കിംഗ് ഡേയ്സ് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ആകും. DTDC ആണെങ്കിൽ 2 days കിട്ടും. ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ പറയാനുണ്ട്. DTDC ആണോ പോസ്റ്റിലാണോ നിങ്ങളുടെ അടുത്തുള്ള സർവീസ്, എത്ര ദിവസത്തിനുള്ളിൽ എന്ന് വെച്ചാൽ നമുക്കത് പോയി മേടിക്കാൻ പറ്റുന്ന ഡിസ്റ്റൻസ് ആണോ, എങ്ങനെയാണെന്നുള്ളതെല്ലാം ഓരോ കസ്റ്റമേഴ്സിന് മാത്രമേ അറിയത്തുള്ളൂ. നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാ പിൻകോഡിലും എങ്ങനെയാണ് ഡെലിവറി നമുക്ക് അറിയത്തില്ല. DTDCയുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു കസ്റ്റമർ കഴിഞ്ഞ ദിവസം ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എമർജൻസി ആണെന്ന് പറഞ്ഞുകൊണ്ട് നെക്സ്റ്റ് ഡേ തന്നെ നമ്മളത് ഡിസ്പാച്ച് ചെയ്തിട്ട് ഇമ്മീഡിയറ്റ്ലി തന്നെ ട്രാക്കിംഗ് നമ്പർ നമ്മൾ കസ്റ്റമറിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ട്രാക്കിംഗ് നമ്പർ കിട്ടുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് എവിടെയാണെന്ന് നോക്കി ഒന്ന് ട്രാക്ക് ചെയ്ത് നോക്കുക. ട്രാക്കിംഗ് അറിയില്ലെങ്കിൽ നമ്മളെ വിളിച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ അറിയത്തില്ല, ഒന്ന് നോക്കി പറയുമെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നറിയോ. അപ്പോൾ ഒരു കസ്റ്റമർ ഒന്നും ഫോളോ അപ്പ് ചെയ്തില്ല. പ്രൊഡക്റ്റ് അവർ തന്ന പിൻകോഡിൽ ഐറ്റം എത്തി. അവർ ഓഫ് കോഴ്സ് DTDCക്കാർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അവർ ഐറ്റം റിട്ടേൺ ചെയ്തു. നമ്മളിലേക്ക് ഇതുവരെ റിട്ടേൺ എത്തിയിട്ടില്ല. അപ്പോൾ കസ്റ്റമർ പറയുന്നു റീഫണ്ട് മതി, അവർക്ക് ഇനി അത് വേണ്ടാന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പറയുന്ന എത്രമാത്രം നമുക്ക് അങ്ങനെ ശരിക്കും ചെയ്യാൻ പറ്റും. അതായത് നമ്മളൊരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുന്നു, നമ്മളത് ഫ്രീ ഷിപ്പിങ്ങിന് എടുക്കുന്നു, നമ്മളത് ഫോളോ അപ്പ് ചെയ്യാണ്ട് നമ്മുടെ DTDCയിൽ ആ പ്രോഡക്റ്റ് എത്തി വീണ്ടും അത് റിട്ടേൺ ആയി പോയിട്ട് നമ്മൾ അവരെ വിളിച്ചിട്ട് പറയുകയാണ് എനിക്ക് ആ പൈസ റീഫണ്ട് ചെയ്താൽ മതി, പ്രോഡക്റ്റ് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. നമുക്ക് റിട്ടേൺ ആൻഡ് റീഫണ്ട് ഓൺലി ഫോർ ഡാമേജസിനാണ്. അപ്പം എന്നിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഇനി ആ പ്രോഡക്റ്റ് വരുമ്പോൾ വീണ്ടും നമ്മൾ തന്നെ പേ ചെയ്ത് അയച്ചു കൊടുക്കാമെന്ന് പറയുമ്പോൾ അവർ പറയുന്നു അത് പറ്റത്തില്ല. അങ്ങനെ ഒന്ന് എക്സ്ക്യൂസ് പറയാം. നമ്മൾ ഇമ്മീഡിയറ്റ്ലി തന്നെ അത് വെബ് ത്രൂ പർച്ചേസ് ചെയ്താലും വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്താലും ട്രാക്കിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമുക്കുണ്ട്. അതുകൊണ്ട് DTDC പിൻകോഡ് പ്രൊവൈഡ് ചെയ്യുന്നവർ നിങ്ങളുടെ തൊട്ടടുത്തുള്ള പിൻകോഡ് ഏതാണോ അത് പ്രൊവൈഡ് ചെയ്യുക. ഇനി ആ പിൻകോഡിലുള്ള സ്ഥലം, ഇപ്പം നമ്മുടെ ഇവിടെ തങ്കമണി DTDC ഉണ്ട്. അപ്പം ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് പാറക്കടവ് അല്ലെ നാലുമുക്ക്, അവിടെ DTDC ഇല്ല. അപ്പോൾ ഈ പിൻകോഡാണ് വെക്കുന്നുണ്ടെങ്കിൽ തങ്കമണി അല്ലെ സ്ഥലം നാലുമുക്കെന്ന് എഴുതിയാൽ കുറച്ചുകൂടി ഈസി ആകുമല്ലോ നമ്മുടെ സ്ഥലം ഏതാണോ. ഇപ്പോൾ ഒരു DTDC അതായത് ഒരു പിൻകോഡിൽ തന്നെ മിനിമം 3 DTDC ഒക്കെ കാണും മെട്രോ സിറ്റീസിൽ. അപ്പം നമ്മുടെ ഏരിയ ഏതാണെന്നും കൂടെ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ ആ ഏരിയയിലുള്ള DTDC സെൻറ്ററിലേക്ക് ഐറ്റം പോകും. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് തരുന്ന നെയിം, അഡ്രസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് തരിക. ചില കസ്റ്റമേഴ്സ് പ്രൊഡക്റ്റ് ഡിസ്പാച്ച് ഒരു 3 days കഴിഞ്ഞ് വിളിച്ച് പറയാറുണ്ട് പിൻകോഡ് റോങ് ആയെന്ന് ചേഞ്ച് ചെയ്യാവുന്ന. പിന്നെ അതിൻ്റെയൊക്കെ പുറകെ നമ്മൾ നടന്ന് ഒരുപാട് ബുദ്ധിമുട്ടി. നമ്മൾ ഒരിക്കലും കസ്റ്റമേഴ്സിനെ ഇഗ്നോർ ചെയ്യത്തില്ല, നമ്മളത് വീണ്ടും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദയവായി ആ ഒരു കാര്യം, അഡ്രസ്സ് കസ്റ്റമറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, ഒന്നും തെറ്റ് വരുത്താണ്ട് നമുക്ക് പറഞ്ഞു തരിക. നെയിം, അഡ്രസ്, പിൻകോഡ്, മൊബൈൽ നമ്പർ. DTDC ആണെങ്കിൽ അത് ഏത് പ്ലേസിലുള്ള DTDC ആണെന്നും കൂടെ സ്പെസിഫൈ ചെയ്താൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും. എനി ഡിഫിക്കൽട്ടീസ് അറ്റ് എനി ടൈം നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പേഴ്സിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി. താങ്ക് യു.